ജോർജ് എന്ന് പറയുന്ന ഒരു കർഷകനുണ്ട്. ഇയാൾക്ക് ആടുകളോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആടുകളെ സ്വന്തം മക്കളെ പോലെയാണ് ഇയാൾ വളർത്തുന്നത്. അതുപോലെ തന്നെ ഈ ജോർജ് ആടുകൾക്ക് കുറേയധികം ഡിറ്റക്റ്റീവ് നോവലൊക്കെ പറഞ്ഞു കൊടുക്കും. ഈ ആടുകൾ ഇതെല്ലാം കേൾക്കും കേട്ടോ. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ അവരുടെ യജമാനൻ ജോർജ് മരണപ്പെടുകയാണ്. അതൊരു കൊലപാതകമാണെന്ന് ഈ ആടുകൾക്ക് മനസ്സിലാവുകയാണ്. പിന്നീട് ആ ഒരു കൊലയാളി ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടി ആ ഫാമിലി ആടുകൾ എല്ലാവരോടും ചേർന്ന് അന്വേഷണത്തിന് ഇറങ്ങുകയാണ്. സിനിമയുടെ ആരംഭത്തിൽ തന്നെ കാണിക്കുന്നത് ഇംഗ്ലണ്ടിലെ വളരെ ശാന്തമായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശമാണ്. ഈ ഒരു ഗ്രാമത്തിൽ നിന്നെല്ലാം കുറച്ച് അകലെയായിട്ട് ഒരു ഫാമുണ്ട്. ഒരു വലിയ പുൽമേടല്ല, നല്ല ഭംഗിയുള്ള ഒരു ഫാമാണത്. ഒരുപാട് ആടുകളും അവിടെയുണ്ട്. അതിൻ്റെ ഓണറായ ജോർജ് എന്ന പേരുള്ള ഒരു കർഷകനാണ്. ഈ ആടുകളുടെ ഫാം ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ടരികിലായിട്ട് ഒരു ചെറിയൊരു വീടൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ജോർജിൻ്റെ താമസം. കൂടെ ആരുമില്ല, ആ ഒറ്റയ്ക്കാണ് ഈ ആടുകളെയൊക്കെ നോക്കുന്നത്. അവൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഈ ആടുകളെല്ലാം തന്നെയാണ്. ബാക്കിയുള്ള ആളുകളുമായിട്ട് ഇടപഴകുന്നതൊന്നും ജോർജിന് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും ഈ ആടുകളുടെ കൂടെ തന്നെയാണ് ജോർജ് ഉണ്ടാകാറ്. അതായത് ജോർജിന് 2 മക്കളുണ്ട് കേട്ടോ. ഒരാളുടെ പേര് പീറ്റർ, അതുപോലെ തന്നെ രണ്ടാമത്തെ ആളുടെ പേര് റബേക്ക. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ചെറിയൊരു പ്രായത്തിൽ തന്നെ അവരുടെ അമ്മ അങ്ങ് മരിച്ചു പോവുകയാണ്. ഇവിടെ ഒരു ഫാമിലി, ഈ ഒരു കുഞ്ഞുങ്ങൾ ഇങ്ങനെ വളർന്നാൽ അവരുടെ ഫ്യൂച്ചർ വലിയ പ്രശ്നമാകുമല്ലോ. അതുകൊണ്ട് തന്നെ ജോർജ് അതൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെ ഈ 2 കുട്ടികളെയും വേറൊരു ഫാമിലിക്ക് വളർത്താനായിട്ട് കൊടുക്കുകയാണ്. എന്ന് കരുതി മക്കളെ 2 പേരെ ഉപേക്ഷിച്ചിട്ടോ മറന്നിട്ടോ ഒന്നുമില്ല കേട്ടോ. അവനെ കിട്ടുന്ന എല്ലാ സമയത്തും അവനാണെങ്കിൽ ഒരു കത്തൊക്കെ ആയിട്ട് ഈ പിള്ളേർക്ക് എഴുതുകയായിരുന്നു. അതാണ് ഇവരുടെ ഇവൻ്റെ ഒരു ഏറ്റവും വലിയ ആശ്വാസം എന്നൊക്കെ പറയുന്നത്. അവിടെയുള്ള ആടുകളുടെ വിശേഷങ്ങളാണ് ഈ പറയുക. അപ്പോൾ ഇവിടെയുള്ള ഓരോ ആടിനും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളും വ്യത്യസ്തമായിട്ടുള്ള പേരുകളൊക്കെയാണ് കേട്ടോ. ആദ്യമായിട്ട് എക്സ്ട്രാ 2 കൊമ്പുള്ള, ടോട്ടൽ 4 കൊമ്പുണ്ട് കേട്ടോ ഇവൻ്റെ വിചാരം എന്ന് പറയുന്നത് ഇവൻ ഏതോ വലിയ ജാതിയാണെന്നൊക്കെയാണ്. ബാക്കിയുള്ളവരൊക്കെ കുറഞ്ഞ ആളുകളൊക്കെയാണെന്നാണ് ഇവൻ്റെ വിചാരം. ഇവൻ്റെ മുഖത്ത് എപ്പോഴും അതുപോലെ ഒരു വലിയ ആശാനാണെന്നുള്ളൊരു ഗൗരവമൊക്കെ ഇവൻ്റെ മുഖത്തുണ്ട്. അടുത്തതായിട്ട് ഒരു സുന്ദരി കുട്ടിയാണ് കേട്ടോ. അവളെ തൽക്കാലം നമുക്ക് സുന്ദരി കുട്ടി എന്ന് തന്നെ വിളിക്കാം കേട്ടോ. അപ്പോൾ ഇവളുടെ വിചാരം ഇവളാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സുന്ദരി എന്നാണ്. അവളുടെ നടപ്പും ഭാവമൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ വേറൊരുത്തരുണ്ട്, അവൻ്റെ മുഖത്ത് രോമമൊക്കെ ഇങ്ങനെ വളർന്ന് കാണാൻ വെച്ചിട്ട് നല്ല രസമാണ്. ആളൊരു നല്ല പാവത്താനുമാണ് കേട്ടോ. ലബുബു എന്നാണ് അവനെ വിളിക്കുന്നത്. പിന്നെ കൂട്ടത്തിലെ 2 വില്ലന്മാരാണ്. ഇവ ഇരട്ടകളാണ്. അപ്പോൾ ഇതിന് ശേഷം കാണിക്കുന്നത് മേപ്പിളിനെയാണ്. മേപ്പിളാണ് ഈ ആട്ടിൻകൂട്ടത്തിൽ അത്യാവശ്യം ഓർമ്മയൊക്കെയുള്ള ഒരാട് എന്ന് പറയുന്നത്. അവൻ വളരെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരാടാണ്. എന്തൊരു കാര്യം കേട്ടാലും ഒരിക്കലും പിന്നീട് അവനത് മറക്കത്തില്ല. അങ്ങനെ ഓർമ്മശക്തി അവനുണ്ട്. അതുപോലെ തന്നെ ഈ ആട്ടിൻകൂട്ടത്തിൽ ജോർജിന് ഏറ്റവും ഇഷ്ടമുള്ള വേറൊരു 2 ആടുകളുണ്ട്. ഒന്ന് ലില്ലിയും മറ്റേത് സെബാസ്റ്റ്യനും. അപ്പോൾ ഈ ലില്ലി ഉണ്ടല്ലോ, നല്ല ചെമ്പ നിറമായിട്ടൊക്കെയുള്ള ഒരു ആടാണ്. അപ്പോൾ ഇവക്കുണ്ടല്ലോ നല്ല ബുദ്ധിയാണ് കേട്ടോ. എന്തും ചിന്തിച്ച് ആലോചിച്ച് ഉത്തരം പറയാനുള്ള ഒരു ശേഷി അവൾക്കുണ്ട്. അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ ആളൊരു ഇച്ചിരി മുരടനാണ്. ബാക്കിയുള്ളവരുടെ കൂട്ടത്തിൽ തന്നെ കൂടത്തൊന്നുമില്ല. എപ്പോഴും എന്തെങ്കിലും ഒരു മലയുടെ മുകളിലൊക്കെ കയറിയിട്ട് ഒറ്റയ്ക്കിരിക്കലാണ് ആളുടെ ഒരു ശീലം എന്ന് പറയുന്നത്. അവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് അവൻ്റെ ആ ഒരു നിറം വെച്ചിട്ടുള്ള പറയുന്നത് കേട്ടോ. അവൻ്റെ കുറച്ച് പാസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഇവൻ ജനിച്ച സമയത്ത് ഇവൻ്റെ നിറം കാരണം ബാക്കിയുള്ള ആടുകളൊക്കെ അവനെ അത്ര അടുപ്പിക്കുന്നൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഒരു ഒറ്റപ്പെടലിലൂടെയാണ് അവനിങ്ങനെ കുറേ നാൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു സമയത്ത് കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ചില നായ്ക്കൾക്കിടയിലേക്ക് പോയി പെട്ട് ആൾ അത്യാവശ്യം ക്രൂരമായിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ നായ്ക്കളൊക്കെ ഇവനെ കടിച്ച് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വെച്ചിട്ടാണ് ജോർജ് അവനെ കണ്ടെത്തുന്നതും അവനെ രക്ഷപ്പെടുത്തി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതും. പക്ഷേ ഇതിനല്ല ആ ഒരു സംഭവത്തിന് ശേഷം സെബാസ്റ്റ്യൻ്റെ ക്യാരക്ടർ വളരെയധികം ഡാർക്ക് ആയിട്ടുണ്ടായിരുന്നു. അവൻ ആരെയും വിശ്വസിക്കത്തില്ല, ആരോടും അടുക്കത്തില്ല, ഒറ്റയ്ക്കിരിക്കലാണ് ആളുടെ സ്വഭാവം. മരണം, വേദന, അങ്ങനെ ജീവിതത്തിൽ റിയാലിറ്റിയൊക്കെ അവൻ കുറച്ച് അനുഭവിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ അവൻ നല്ല രീതിയിൽ അതൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. ഇനി നമ്മുടെ ജോർജിൻ്റെ പ്രധാന ഹോബി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അവൻ ഈ ഡിറ്റക്റ്റീവ് നോവലൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഇതെല്ലാം വായിച്ച് ഈ ആടുകളുടെ മുന്നിൽ പോയിട്ട് ആ കഥ അവറ്റകൾക്ക് പറഞ്ഞു കൊടുക്കും. എന്നാൽ അവസാനം ആ ഒരു കില്ലർ ആരാണെന്ന് പറഞ്ഞു കൊടുക്കത്തില്ല. അത് അവരോട് തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറയും. എന്നാൽ എല്ലാ ആടുകളും പകുതിയാകുമ്പോഴത്തേക്ക് ഏകദേശം ഉറങ്ങിപ്പോയിട്ടുണ്ടായിരിക്കും. ഈ കഥ മുഴുവനായിട്ട് ഇരുന്ന് കേൾക്കുക നമ്മുടെ ലില്ലി മാത്രമായിരിക്കും. അതുപോലെ തന്നെ ലില്ലി ചില ആൾക്കാരുടെ പേരുകൾ ഗസ് ചെയ്യുകയും ചെയ്യും. അത് കറക്റ്റായിരിക്കും കേട്ടോ. അതായത് ഈ ആടുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേക ശൈലി ജോർജിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജോർജ് പലപ്പോഴും പറയും ആ കൂട്ടത്തിൽ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആട് ലില്ലിയാണെന്ന് തന്നെയാണ്. പിന്നീട് ജോർജ് കഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷമാണ് കലാപരിപാടി തുടങ്ങുക. ഈ ആടുകൾ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ തുടങ്ങും. ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയാണ്, അവനാണ് കൊലയാളി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവൻ ഇങ്ങനെ ചെയ്തില്ലേ, അതാണ് നോവലിലെ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തർക്കിക്കും കേട്ടോ. എന്നാൽ ഈ കൂട്ടത്തിൽ ഒന്നും തീരെ ചേരാത്ത നിൽക്കുന്നത് കാണുമ്പോഴാണ് സങ്കടാവുക. ഒരുത്തനുണ്ട്, അവൻ്റെ പേരാണ് വിൻ്റർ എന്ന് പറയുന്നത്. സാധാരണ ആടുകൾ ജനിക്കുന്നത് വസന്തകാലത്താണ്. ആ നേരത്ത് ജനിക്കുന്ന ആളുകൾക്കൊക്കെ നല്ല ആരോഗ്യം ഉണ്ടാവും. പക്ഷേ വിൻ്റർ ജനിച്ചത് തണുപ്പ് കാലത്താണ്. അതുകൊണ്ട് തന്നെയാണ് അവനെ ആ പേരിട്ട് വിളിക്കുന്നത്. കാലം തെറ്റി ജനിച്ചതുകൊണ്ട് തന്നെ അവൻ്റെ ശരീരം അവനത്ര ഇല്ലായിരുന്നു. ഒരു കുഞ്ഞനാണ് അവൻ ആരും കൂട്ടത്തിൽ അവനെ ചേർക്കത്തില്ല. അവരുടെ കൂട്ടത്തിൽ പോയി കിടക്കാറുമില്ല. തണുപ്പ് കാലമായാലും ഒറ്റയ്ക്ക് ഫാമിന് പുറത്ത് പോയിട്ടാണ് അവൻ കിടക്കുക. അവൻ്റെ കാര്യം കാണുമ്പോൾ വല്ലാത്ത സങ്കടം തന്നെ നമുക്ക് തോന്നും കേട്ടോ. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയായി. എന്നത്തെയും പോലെ തന്നെ ആടുകൾ കൂടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവർക്ക് ആവശ്യമായിട്ടുള്ള പുല്ലെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അനങ്ങാതെ നിൽക്കുന്ന ലില്ലിയെ മേപ്പിൾ കാണുകയാണ്. എന്താ പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്ത് ലില്ലി അറിയാണ് അവരുടെ യജമാനായ ജോർജ് ആ പുൽമൈതാനത്ത് ഒരു അനക്കവുമില്ലാതെ നിലത്തങ്ങനെ കിടക്കുകയാണ്. ജോർജിനെ കുറച്ചു നേരം നല്ല രീതിയിൽ നിരീക്ഷിച്ച ശേഷം മേപ്പിൾ ഒരു കാര്യം മനസ്സിലാക്കി. ജോർജ് മരിച്ചു കിടക്കുകയാണ്. അയാളുടെ ഹൃദയമിടിപ്പ് ഇപ്പോൾ
ഇല്ല. ഇത് കേട്ട സമയം ലില്ലിക്ക് വളരെയധികം വിഷമമാവുകയാണ്. അപ്പോൾ ജോർജ് മരിച്ചിട്ടുണ്ടെങ്കിൽ ആകാശത്ത് ഒരു മേഘം പോലെയായിട്ട് മാറേണ്ടതല്ലേ? പക്ഷേ ഇപ്പോൾ അത് ആകാശത്ത് മേഘമൊന്നും തന്നെ കാണുന്നില്ല. അതായത് ഇവർ ആടുകൾക്കിടയിൽ ഒരു വിശ്വാസമുണ്ട്, ആരെങ്കിലും ആ കൂട്ടത്തിൽ നിന്ന് മരിച്ചു പോയാൽ അവർ ആകാശത്തിൽ ഒരു മേഘമായിട്ട് വരുമെന്ന്. ഇപ്പോൾ മേപ്പിൾ പറയുകയാണ്, ലില്ലി ഇതൊരു മനുഷ്യനല്ലേ മരിച്ചു കിടക്കുന്നത്, നമ്മുടെ ജോർജ് ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ മരിച്ചു കഴിഞ്ഞാൽ ഒരു മേഘമായിട്ട് മാറുകയില്ല. അങ്ങനെ അധികം വൈകാതെ ഈ വിവരം എല്ലാ ആടുകളും അറിയിക്കുകയാണ്. എല്ലാ ആടുകൾക്കും വളരെയധികം സങ്കടം വരികയാണ്. എന്നാൽ മേപ്പിൾ അവരോട് പറയുന്നുണ്ട്, മനുഷ്യർക്ക് ഇല്ലാത്ത ഒരു ഗുണം ആടുകൾക്കുണ്ട്. എത്ര വേദനിപ്പിക്കുന്ന ഒരു കാര്യം കേട്ടാലും അല്പനേരം കൊണ്ട് നമ്മളത് മറക്കാൻ നമുക്ക് സാധിക്കും. എന്തായാലും ഈ വേദനയെ നിങ്ങളെല്ലാവരും മറക്കുമെന്ന് പറയണം. പക്ഷേ ആ വേദന ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആളാണ് മേപ്പിൾ. കാരണം ലൈഫിൽ എന്ത് കണ്ടാലും കേട്ടാലും ഒരിക്കലും അവനെ കൊണ്ട് അത് മറക്കാനായിട്ട് കഴിയില്ല. അങ്ങനെ എല്ലാ ആടുകളും വിഷമം ആയി അവിടെ അങ്ങനെ നിന്ന് കരയാൻ തുടങ്ങുകയാണ്. വേറെ ചില ആളുകൾ പറയുന്നുണ്ട്, അധികം വൈകാതെ ഇതെല്ലാം നമ്മൾ മറന്നു പോകുമല്ലോ, അപ്പോൾ ഈ വിഷമം നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുമല്ലോ. എന്നാൽ അത് കേട്ടപ്പോൾ മേപ്പിളിന് ദേഷ്യം വരികയാണ്. നിങ്ങൾ എന്താ പറയുന്നത്? ജോർജിനെ പൂർണ്ണമായിട്ടും മറക്കാമെന്നാണോ ഈ പറയുന്നത്? ആ വിഷമം മറക്കണമെന്നാണ്, അല്ലാതെ ജോർജിനെ ഒരു കാരണവശാലും നമ്മളാരും മറക്കാൻ പാടില്ല കേട്ടോ. അധികം വൈകാതെ തന്നെ ജോർജ് മരിച്ച വിവരം എല്ലാവരും അറിയാനായിട്ട് ഇടവരികയാണ്. ഇത് കാര്യം ആദ്യമായിട്ട് കണ്ടത് അയൽവാസിയായിട്ടുള്ള ക്രിസ്റ്റോ എന്ന് പറയുന്ന ഒരു കർഷകനായിരുന്നു. അപ്പോൾ തന്നെ ഒരു പോലീസിനെയും കൂട്ടിയിട്ട് അയാൾ വരികയാണ്. അപ്പോൾ പോലീസുകാരൻ്റെ പേരെന്ന് പറയുന്നത് ടിം എന്നാണ്. അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു പോലീസുകാരനാണ്. അപ്പോൾ ആ ടീം വന്ന പാടെ തന്നെ പ്രായമായിട്ടുള്ള ജോർജിനെയാണ് നോക്കുന്നത്. അധികം വൈകാതെ തന്നെ അവൻ ഒരു കാര്യം കണ്ടുപിടിക്കുകയാണ്. ഹാർട്ട് അറ്റാക്കാണ് വന്നിട്ടുള്ളത്. ജോർജ് മരിച്ചിരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണെന്ന് അവൻ പറയുന്നുണ്ട്. ഈ സമയത്തൊക്കെയാണ് അങ്ങോട്ടേക്ക് ഒരു പയ്യൻ വരുന്നത്. കഴുത്തിലൊരു ക്യാമറ എല്ലാം തൂക്കി, കണ്ടാൽ അവനൊരു ഫോട്ടോഗ്രാഫറോ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടറോ ആണെന്ന് നമുക്ക് തോന്നും. ഇപ്പോൾ അങ്ങോട്ടേക്ക് വന്ന ആ പയ്യൻ്റെ പേര് ഏലിയോട്ട് എന്നായിരുന്നു. അപ്പോൾ ഏലിയോട്ട് അവരോട് പറയുകയാണ്, സത്യത്തിൽ ഈ നാട്ടിലേക്ക് വന്നത് ഇവിടെ നടക്കാൻ പോകുന്ന ഒരു കാർണിവലിനെ കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് ഉണ്ടാക്കാനുമാണ്. പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ ആകെ ഉണ്ടായിരുന്നത് 3 സ്റ്റാൾ മാത്രമാണ്. അതിനെക്കുറിച്ച് ഞാൻ എന്തോ റിപ്പോർട്ട് കൊടുക്കാനാണ്? അതുമായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നാൽ അവർ എന്നെ അടിച്ച് ഓടിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു പോകുന്ന വഴിയിൽ കാറൊന്ന് ആക്സിഡൻ്റായി ഇവിടെ കുടുങ്ങിപ്പോയി. അങ്ങനെയാണ് ഇയാൾ ഒരു മരിച്ച വിവരം ഞാൻ അറിയുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഇതിനെക്കുറിച്ച് ഒന്ന് പഠിക്കാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നു. പക്ഷേ സാറേ, നിങ്ങൾ പറയുന്നത് ഈ മരിച്ചു കിടക്കുന്നത് ഒരു സ്വാഭാവിക മരണമാണെന്നാണല്ലോ. പക്ഷേ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. ഇതൊരു കൊലപാതകമാകാനായിട്ട് എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ഏലിയോട്ട് ടിമ്മിനോട് പറയുകയാണ്. ടിമ്മാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഈ കേസ് പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് നോക്കിയാണ്. കാരണം എന്ന് അവൻ അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. പക്ഷേ ഏലിയോട്ട് ഇങ്ങനെ വന്ന് പറഞ്ഞ സമയത്ത് ടിമ്മിന് കൂടുതലായിട്ട് അന്വേഷിക്കേണ്ട അവസ്ഥ വരികയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പരിശോധിക്കുകയാണ്. ഈ സമയത്ത് ജോർജിൻ്റെ വീട്ടിൽ 2 ഗ്ലാസ്സുകൾ കാണുന്നുണ്ട്. അതായത് ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ട് ജോർജിൻ്റെ കൂടെ ആരും മദ്യപിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ഫോട്ടോയൊക്കെ ഏലിയോട്ട് അങ്ങനെ എടുക്കുകയാണ്. അതുപോലെ തന്നെ ഫോറൻസിക് ടെസ്റ്റ് നടത്തിയ സമയത്ത് അതിലൊരു ഗ്ലാസ്സിൽ വിഷമുണ്ടായിരുന്നു എന്ന് കണ്ടെത്തുകയാണ്. അതോടുകൂടി ഇതൊരു കൊലപാതകമാണെന്ന് കൺഫേമായി. ഈ പണി കിട്ടിയത് ടിമ്മിനാണ്. കാരണം ഈ ഒരു കൊലപാതകം ഇനി അന്വേഷിക്കേണ്ടത് ടീമാണ്. അപ്പോൾ എന്തായാലും ഈ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ലില്ലി കേൾക്കുകയാണ്. ലില്ലി വേഗം തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെന്ന് ബാക്കിയുള്ള ആടുകളോട് പറയുകയാണ്. കുറേ കാലമായിട്ട് നമുക്ക് ജോർജ് ഒരുപാട് ഡിറ്റക്റ്റീവ് നോവൽ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അല്ലേ, അതെല്ലാം പഠിപ്പിച്ച് തന്നിട്ടില്ലേ? ഇപ്പോൾ നമ്മളതെല്ലാം ഉപയോഗിക്കേണ്ട സമയമായിരിക്കുകയാണ്. കാരണം സാധാരണ രീതിയിലല്ല നമ്മുടെ ജോർജ് മരിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിനെ ആരോ കൊന്നതാണ്. ആ കൊലയാളി ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം എന്ന് പറയുകയാണ്. എന്നാൽ അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വന്ന സെബാസ്റ്റ്യൻ ഒരു കാര്യം പറയുന്നുണ്ട്, ലില്ലി നമ്മളൊക്കെ വെറും ആടുകളാണ്, നമ്മളെക്കൊണ്ട് ഒരു കൊലപാതകി ഒന്നും കണ്ടുപിടിക്കാനായിട്ട് കഴിയുകയില്ല. അപ്പം വളരെ വിഷമത്തോടെ ലില്ലി പറയുകയാണ്, സെബാസ്റ്റ്യ നീ അപ്പോൾ എന്താ ഈ പറഞ്ഞു വരുന്നത്? നമ്മളൊന്നും ചെയ്യേണ്ടെന്നാണോ? ആ ടീം നമ്മുടെ ജോർജിനെ കണ്ടപാടെ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ? ഹാർട്ട് അറ്റാക്ക് ആണെന്നാണ്. അപ്പോൾ അവനെ വിശ്വസിച്ച് നമുക്ക് നടക്കാൻ പറ്റുമോ? നമ്മുടെ ജോർജിന് നീതി കിട്ടണ്ടേ? ആ കൊലയാളി ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ നിൽക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ അവസാനം സെബാസ്റ്റ്യൻ പറയുകയാണ്, ലില്ലി നിൻ്റെ കൂടെ ഞാൻ നിൽക്കാം. അതുപോലെ തന്നെ മേപ്പിൾ മുന്നോട്ട് വന്ന് നിൽക്കുകയാണ്, ഞാനും നിൻ്റെ കൂടെ നിൽക്കാനാണ്. അങ്ങനെ ഈ കേസ് അന്വേഷിക്കാനായിട്ട് ഇവർ 3 പേരും കൂടി ഒരു ടീമായിട്ട് മാറുകയാണ്. ലില്ലിയാണ് ഈ ടീമിനെ മുന്നോട്ട് നയിക്കുന്നത്. അതുപോലെ തന്നെ സെബാസ്റ്റ്യന് അവനെ മനുഷ്യരെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. പുറകു കാലത്ത് അവൻ്റെ സാധാരണ അത്യാവശ്യം ധാരണയുണ്ടല്ലോ അവൻ്റെ അവസ്ഥകളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഹെൽപ്പ് അവൻ ചെയ്യും. അതുപോലെ തന്നെ മേപ്പിൾ ഏതൊരു കാര്യം കണ്ടാലും ഒരിക്കലും മറക്കാത്ത ഒരാളാണല്ലോ, നല്ല മെമ്മറി ഉള്ള ഒരാളാണ്. അങ്ങനെ അവരെല്ലാവർക്കും കൂടി ഇത് അന്വേഷിക്കാനായിട്ട് ആ പുൽമൈതാനം വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ സമയത്ത് അവിടെ ഒരു റോഡ് കാണുന്നുണ്ട് കേട്ടോ. ഇതുപോലുള്ള റോഡൊക്കെ ഒരുപാട് തവണ സെബാസ്റ്റ്യൻ പോയിട്ടുണ്ടെങ്കിലും മേപ്പിളും ലില്ലിയും ആദ്യമായിട്ടാണ് പുൽമൈതാനത്തിൽ നിന്നും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് വരുന്നത്. ഈ റോഡ് കണ്ടപ്പോൾ അതിൽ ചവിട്ടാൻ അവർക്ക് പേടിയാവുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം അവർ കാണുന്നത്. അപ്പോൾ സെബാസ്റ്റ്യൻ പറയുകയാണ്, പേടിക്കൊന്നും വേണ്ട, അതിൽ ചവിട്ടിക്കോ, ഒരു കുഴപ്പമില്ല. എന്നാൽ ലില്ലിയും മേപ്പിളും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കി നിൽക്കുകയാണ്. ചവിട്ടണോ വേണ്ടോ എന്നുള്ള സെബാസ്റ്റ്യൻ പറയുകയാണ്. ഫസ്റ്റ് കേസ് അന്വേഷിക്കാൻ വന്ന 2 ആളും ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഈ സമയത്ത് ഒരു കോഴി അതിലൂടെ വളരെ സിമ്പിളായിട്ട് നടന്നു പോകുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ലില്ലി പറയുകയാണ്, അവൾക്ക് പോവുകയാണെങ്കിൽ പോകാൻ പറ്റുമെങ്കിൽ നമുക്കെന്താ പോയാൽ ഒന്നും നോക്കണ്ട, റോഡിലേക്ക് ഇറങ്ങിക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മേപ്പിളും ലില്ലിയും കൂടെ ആദ്യമായിട്ട് പുൽമൈതാനത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കാലെടുത്ത് വെക്കുകയാണ്. കാലൊക്കെ എന്തോ ഇക്ലിയൊക്കെ ആവുന്നുണ്ട്. എന്തായാലും 2 പേരും തുള്ളി അവസാനം അപ്പുറത്തേക്ക് എത്തി.
അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ സെബാസ്റ്റ്യൻ രണ്ടുപേരോടും ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല മനുഷ്യർ, നമ്മുടെ ജോർജിനെ പോലെയുള്ള ആളുകളൊന്നുമില്ല ബാക്കിയുള്ള മനുഷ്യർ എന്ന് പറയുന്നത്. അവരൊക്കെ സ്വഭാവവും മൈൻഡും ഇതെല്ലാം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. എപ്പോൾ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാനേ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് സൂക്ഷിക്കണം. ആരെങ്കിലും കണ്ടാൽ അങ്ങോട്ട് നിന്ന് ചെന്ന് ഒട്ടാനൊന്നും നിൽക്കണ്ട. ചിലപ്പോൾ പിടിച്ച് മട്ടൻ ചാപ്സ് ഉണ്ടാക്കി കളയുന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മനുഷ്യരുള്ള ഒരു ഭാഗത്തേക്ക് ഇവർ 3 പേരും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജോർജ് മരിച്ചല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഒന്ന് ജോർജിൻ്റെ മകളായിട്ടുള്ള റെബേക്ക ആയിരുന്നു. അതുപോലെ തന്നെ ജോർജിൻ്റെ വക്കീലായിട്ടുള്ള ലിഡിയയും അവിടെ ഉണ്ടായിരുന്നു. ഇവരിപ്പോൾ എന്തോ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ജോർജ് മരിച്ചല്ലോ, അപ്പോൾ ജോർജ് എഴുതി വെച്ചിട്ടുള്ള ഒരു വിൽപ്പത്രം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും വന്നിരിക്കുന്നത്. അങ്ങനെ ലിഡി ആ വിൽപ്പത്രം വായിക്കുകയാണ് കേട്ടോ. അത് കേട്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട്. അതായത് ഇവരാരും വിചാരിച്ചിരുന്ന പോലെ ജോർജ് വെറും ഒരു കർഷകനായിരുന്നില്ല. ഈ ആടുകളോടുള്ള ഇഷ്ടം കാരണം അവയ്ക്ക് വരുന്ന ഓരോ അസുഖങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കാനായിട്ട് അവൻ കുറേ ഗവേഷണത്തിലൂടെ കുറേ മരുന്നുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. മാത്രമല്ല ലോകം മുഴുവൻ ഇന്ന് ആ മരുന്ന് വിറ്റഴിക്കുന്നുണ്ട്. അവൻ വളരെയധികം പണക്കാരനായിട്ടുള്ള ഒരാളാണ്. ഈ മരുന്നിൻ്റെ പേറ്റൻ്റൊക്കെ പല കമ്പനികളും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാശ് ഇപ്പോൾ ജോർജിൻ്റെ കയ്യിലുണ്ട്. ഏകദേശം 100 കോടിയോളം രൂപ ജോർജിൻ്റെ ആസ്തി എന്ന് പറയുന്നത്. ഇതെല്ലാം കേട്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. ആർക്കും ഇതൊന്നും അറിയില്ലായിരുന്നു. അവൻ വെറും ഒരു സാധാരണ കർഷകനാണ് എന്നാണ് എല്ലാവരും വിചാരിച്ചത്. ഇതെല്ലാം കേട്ട് ആ വീടിൻ്റെ ജനലിൻ്റെ അരികിൽ തന്നെ നമ്മുടെ സെബാസ്റ്റ്യനൊക്കെ ലില്ലിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ലില്ലി സെബാസ്റ്റ്യനോട് പറയുന്നുണ്ട്, നമ്മുടെ മുതലാളി ഇത്രയും വലിയ പണക്കാരനായിരുന്നു, എന്നാൽ ഇദ്ദേഹം ഇത്ര സിമ്പിളായിട്ടാണ് ഇവിടെ ജീവിച്ചിരുന്നത്. അതുപോലെ തന്നെ ജോർജിൻ്റെ വിൽപ്പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ കറക്റ്റ് 2ആയിട്ടാണ് വീതം വെച്ചിരിക്കുന്നത്. ഒന്ന് മകളായിട്ടുള്ള റെബേക്കയ്ക്കും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലുള്ള മകനായിട്ടുള്ള പീറ്ററിനുമാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ അവസാനം ഒരു തിരുത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല ഫുള്ളായിട്ടുള്ള സ്വത്തും അതുപോലെ തന്നെ ആ ഒരു ഫാമിലും ഇതെല്ലാം റെബേക്കയുടെ പേരിലേക്ക് മാത്രമായിട്ട് മാറ്റിയിരിക്കുന്നുണ്ട്. ഇതോട് കൂടിയിട്ട് എല്ലാവരും ഇപ്പം റെബേക്കയെ സംശയിക്കുകയാണ്. സ്വത്തിന് വേണ്ടി ഇനി ഇവളായിരിക്കുമോ അച്ഛനെ കൊന്നിട്ടുണ്ടാവുക എന്ന്. റെബേക്ക ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടില്ലേ? ഇല്ല എന്നാണ് അവൾ പറയുന്നത്. പക്ഷേ എല്ലാവർക്കും ചെറിയൊരു സംശയം അവളുടെ മേലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഏലിയോട്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടർ ഉണ്ടല്ലോ, ഇവൻ ഓരോ കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഇത് വെറും സ്വാഭാവിക മരണമായിട്ട് തീരേണ്ടതായിരുന്നു. ഏലിയോട്ട് വന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കൊലപാതകമായിട്ട് മാറിയിരിക്കുന്നത്. അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ഈ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ആടുകൾ, അതായത് ലില്ലിയും സെബാസ്റ്റ്യനും മേപ്പിളും ഒക്കെ കേൾക്കുന്നുണ്ട്. സോ അവരും ഇപ്പോൾ റെബേക്കയെ സംശയിക്കുകയാണ്. അതുപോലെ റെബേക്കയുടെ മാത്രം സംശയിച്ചിട്ട് പോരാ, ജോർജിന് അയൽവാസിയായിട്ടുള്ള കർഷകനുണ്ടല്ലോ ക്രിസ്റ്റോ ആണ് ആദ്യമായിട്ട് ജോർജിനെ ബോഡി കാണുന്നത്. മാത്രമല്ല ഈ ജോർജുമായിട്ടുള്ള ക്രിസ്റ്റോയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ജോർജിൻ്റെ ഭൂമിയിൽ ക്രിസ്റ്റോ ചില ഫാമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ആ ടൈമെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു എഗ്രിമെൻറ്റ് ജോർജ് ക്യാൻസൽ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ രണ്ടുപേരും ചേർന്ന് ചെറിയ വർത്തമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇടയിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ക്രിസ്റ്റോയും വേണമെങ്കിൽ സംശയിക്കാം. അതുപോലെ തന്നെ ആ നാട്ടിലെ ഇറച്ചിവെട്ടുകാരനായിട്ടുള്ള ഈ പാട്രിക്കും ജോർജിനോട് എന്തൊക്കെയോ ചില വിരോധങ്ങളുണ്ടായിരുന്നു. സോ അവനെ ഇതിനകത്ത് സംശയിക്കാം. ഓരോ ആൾക്കാരുടെ അടുത്തേക്ക് ചെന്നും ടിം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അവരുടെ പിന്നാലെ തന്നെ അവർ പോലും അറിയാതെ നമ്മുടെ ഈ പുല്ലിനിടയിലൂടെ ഒക്കെ പോയിട്ട് ലില്ലിയും സെബാസ്റ്റ്യനും മേപ്പിളും ഒക്കെ സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. സോ ഇതുമായിട്ട് നേരെ ഇവർ ഫാമിലിക്ക് പോവുകയാണ്. എന്നിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ ബാക്കിയുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സമയത്താണ് കൂട്ടത്തിൽ ഒരു പെണ്ണാണ് വന്നിട്ട് ഒരു കാര്യം പറയുന്നത്. അതായത് ഇന്നലെ രാത്രിയിൽ ഞാനൊരു കാര്യം കണ്ടായിരുന്നു. അതായത് ജോർജിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരാൾ പെണ്ണാണോ എന്ന് സംശയമുണ്ട്. മിക്കവാറും ജോർജിൻ്റെ മകൾ റെബേക്ക തന്നെ ആയിരിക്കും അതെ അത് റെബേക്ക തന്നെയാണ്. കാരണം അവളുടെ കയ്യിൽ നിന്നും ഒരു വളയുണ്ടായിരുന്നു. ആ വള അവൾ പോകുന്ന സമയത്ത് നിലത്ത് വീണിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വാ എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണാട് ബാക്കിയുള്ള എല്ലാവരെയും അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഇത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നോക്കിയ ലില്ലിക്ക് ചില സംശയങ്ങൾ തോന്നുകയാണ്. അതായത് നേരത്തെ അവിടെ പോയി ഒളിഞ്ഞിരുന്ന് ഇവർ ഈ സംസാരിക്കുന്ന സമയത്ത് ഇവൻ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ റെബേക്ക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇതുവരെയായിട്ട് ഫാമിലിയിട്ട് പോയിട്ടില്ല, എന്നാൽ ഇന്നലെ രാത്രി റെബേക്ക ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ റെബേക്ക എന്തിനും നുണ പറയണം? അപ്പോൾ മിക്കവാറും കൊലയാളി അവൾ തന്നെയാണെന്ന് അവർ ഉറപ്പിക്കുകയാണ്. എന്തായാലും ഈ കാര്യം നമുക്ക് ചെന്നിട്ട് ടിമ്മിനോട് പറയണം. ആ മണ്ടൻ ഈ പോലീസ് ഇതൊന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ല, നമ്മളായിട്ട് കാണിച്ചു കൊടുത്താലേ അയാൾക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ. പക്ഷേ നമ്മൾ എങ്ങനെ അയാളോട് സംസാരിക്കും? കുറേ നേരം ഇവരെല്ലാവരും ഇരുന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ ലില്ലിക്ക് ഒരു ഐഡിയ തോന്നുകയാണ്. അതിനായിട്ട് ലില്ലി വിളിക്കുന്നത് നമ്മുടെ സുന്ദരി കുട്ടിയുണ്ടല്ലോ അവളെയാണ്. എന്നിട്ട് അവളോട് പറയുകയാണ്, നീ എങ്ങനെയെങ്കിലും ടിമ്മിനെ അടുത്ത് നിന്നിട്ട് അവൻ്റെ തുപ്പി കടിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരണമെന്ന്. ഈ പറഞ്ഞതുപോലെ തന്നെ അവൾ ചെയ്യുകയാണ്. അപ്പോൾ തുപ്പി കടിച്ച് ഓടുന്ന സമയത്ത് സുന്ദരിയുടെ പിന്നാലെ നമ്മുടെ ടിമ്മും വരുന്നുണ്ട്. ടിമ്മ് മൂർഖനെ വിളിച്ച് പറയുന്നുണ്ട്, ഈ പെണ്ണെ അത് തിന്നാനുള്ള സാധനമൊന്നുമല്ല, തുപ്പി ഇങ്ങ് തിരിച്ചു തരാനായിട്ട് പറയുന്നുണ്ട്. എന്തായാലും അതൊന്നും കേൾക്കാതെ തന്നെ നമ്മുടെ സുന്ദരിയാട് നേരെ ഫാമിലിക്ക് ഓടി വരികയാണ്. എന്നിട്ട് ഈ വള കിടക്കുന്ന സ്ഥലത്തിൽ അവിടെ തുപ്പി കൊണ്ട് വെക്കുകയാണ്. അപ്പോൾ ഈ തുപ്പി എടുക്കാൻ വന്ന ടിമ്മ് ഈ വള കാണുകയാണ്. ആ വള കണ്ടപ്പോൾ തന്നെ ടിമ്മിന് ചില സംശയങ്ങൾ തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു അന്വേഷണം അവൻ നടത്തുകയാണ്. അതിലൂടെ ആ വള എന്ന് പറയുന്നത് റെബേക്കയുടേതാണെന്ന് അവൻ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല പിന്നീട് റെബേക്ക താമസിക്കുന്ന റൂമിലേക്ക് പോയി പരിശോധിക്കുകയാണ്. ആ സമയത്ത് അവളുടെ ഷെൽഫിൽ നിന്നൊക്കെ ആയിട്ട് അടിഭാഗത്തായിട്ട് ചില പോയിസൺസ് ഒക്കെ അവന് കിട്ടുന്നുണ്ട്. അത് ചെറിയ അംശമുള്ള പോയിസൺസൊക്കെയാണ്. അത് കണ്ടപ്പോൾ അവനങ്ങ് ഉറപ്പിക്കുകയാണ് അവളുടെ ഹിസ്റ്ററി അത്ര ശരിയല്ല എന്നുള്ള കാര്യം. അവളുടെ കൂട്ടുകെട്ടൊക്കെ കുറച്ച് പാടായിട്ടുള്ള കൂട്ടുകെട്ടാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോൾ കിമ്മിന് കാര്യം മനസ്സിലാവുകയാണ്, റെബേക്കയാണ് ജോർജിനെ കൊന്നിട്ടുള്ളത് എന്നുള്ള കാര്യം. അങ്ങനെ റെബേക്കയെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവൾ അവിടെ കിടന്ന് കരഞ്ഞ് പറയുന്നൊക്കെയുണ്ട്, ഇത് ഞാനല്ല ചെയ്തെന്നുള്ള കാര്യം, എൻ്റെ അച്ഛനെ എനിക്ക് കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നത് ആ ഒരു വിൽപ്പത്രം തിരുത്താൻ വേണ്ടിയിട്ട് നീ തന്നെയാണ് നിൻ്റെ അച്ഛനെ കൊന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവിടെ നടന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ലില്ലിയും കാണുന്നുണ്ട് കേട്ടോ. എന്നാൽ അവൾക്ക് എന്തൊക്കെയോ ഒരു മിസ്സിങ് അവിടെ ഫീൽ ചെയ്യുകയാണ്.
അപ്പോൾ അവളല്ല കില്ലർ എന്നുള്ള കാര്യം അവൾക്ക് തോന്നുകയാണ്. എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ ലില്ലിക്ക് തോന്നുന്നുണ്ട്. അതായത് ലില്ലി നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാടാണ്. ജോർജ് പറഞ്ഞു കൊടുത്ത ഒരുപാട് നോവലുകൾ അവൾ ഇപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിമിനൽ ആയിട്ടുള്ള ആളുകളുടെയൊക്കെ മൈൻഡ് സെറ്റ് ഒരു പരിധി വരെ ലില്ലിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലില്ലിക്ക് ഉറപ്പാണ് റെബേക്ക അല്ല വേറെ ആരോ ആണ് കളിക്കുന്നത് എന്നുള്ള കാര്യം അവൾക്ക് അങ്ങനെ ഓർമ്മ വരികയാണ്. അപ്പോൾ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവളെ ജയിലിലാക്കാനും അവർ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ റെബേക്ക ആയിരുന്നില്ല ആ ഫാം നോക്കേണ്ടത്. ഇപ്പോൾ അവൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ആടുകളെയൊക്കെ നോക്കാനായിട്ട് മറ്റൊരു ചുമതല വേറൊരാൾക്ക് ഏൽപ്പിക്കുകയാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ ജോർജിൻ്റെ അയൽവാസിയായിട്ടുള്ള ക്രിസ്റ്റോ ഉണ്ടായിരുന്നല്ലോ, അയാളെയാണ് ഏൽപ്പിക്കുന്നത്. എന്നാൽ ഈ വിവരം അറിഞ്ഞ സമയത്ത് നമ്മുടെ മേപ്പിളും ലില്ലിയൊക്കെ ഞെട്ടിപ്പോവുകയാണ്. കാരണം ഈ ക്രിസ്റ്റോ അത്ര നല്ല ആളൊന്നുമല്ല. അപ്പോൾ അത് ഇവർക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ രാത്രിയായപ്പോൾ ഈ ക്രിസ്റ്റോയുടെ ഫാമിലിക്ക് ഇവരൊന്ന് പോയി നോക്കിയാണ്. ശരിക്കും അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ ഫാമിലിക്ക് എത്തിയപ്പോൾ ഇവർ മേപ്പിളൊക്കെ ഞെട്ടിപ്പോവുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ക്രിസ്റ്റോ അതുപോലെ തന്നെ ആ ഒരു ഇറച്ചി വെട്ടുകാരനായിട്ടുള്ള പാട്രിക്കില്ലേ, ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഒരുമിച്ച് ഇറച്ചി കച്ചവടം നടത്താനായിട്ട് പോവുകയാണ്. ഇവർ തന്നെയാണ് ആ ഒരു കച്ചവടം നടത്തുന്നതും. അപ്പോൾ ആ ഫാമിലി ആടുകളെ മുഴുവനായിട്ടും ക്രിസ്റ്റോ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അധികം വൈകാതെ തന്നെ ഇവരെല്ലാം അവർ കൊന്നിട്ട് ഇറച്ചിയാക്കാനായിട്ട് പോവുകയാണ്. ഇത് കണ്ട മേപ്പിളിൽ ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു വിവരം ബാക്കിയുള്ളവരോട് പറയണമെന്ന് ഇവർ പറയുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറയാണ്. ഈ സമയത്താണ് ക്രിസ്റ്റോയുടെ ഫാമിലി ഉണ്ടായിരുന്ന 2 പട്ടികൾ അങ്ങോട്ടേക്ക് വരുന്നത്. അതിനെ കണ്ടപാടെ പേടിച്ചു പോയ മേപ്പിളും ലില്ലിയും അവിടെ നിന്ന് ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് ഓടുകയാണ്. ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഓടുന്ന സമയത്ത് ആ പട്ടികൾ ഇവരെ വന്നിട്ട് പിടിക്കുകയാണ്. അങ്ങനെ ഇവരെ ഉപദ്രവിക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ആ ഒരു വലിയ കറുത്ത നിഴൽ അവിടേക്ക് ഇടയിലേക്ക് വന്ന് വീഴുന്നത്. അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ സെബാസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പോൾ സെബാസ്റ്റ്യൻ ഭയങ്കര മാസമായിട്ട് നമ്മുടെ മേപ്പിളിനോട് ലില്ലിയോടൊക്കെ പറയുകയാണ്, നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടുള്ളൂ, ഇവന്മാരുടെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന് പറയുന്നു. പിന്നെ ആ നായ്ക്കൾക്ക് കിട്ടുന്ന നല്ല മുട്ടനിടിയാണ് സെബാസ്റ്റ്യൻ അവിടെ വെച്ച് കൊടുക്കുന്നത്. ബാക്കിലെ കാലുകൊണ്ടൊക്കെ ചവിട്ടിയിടുന്നുണ്ട്. ഇപ്പം നായ്ക്കൾക്ക് ആ മേപ്പിളിനെ ലില്ലി ഒന്നും തൊടാൻ പോലും പറ്റുന്നില്ല. പക്ഷേ ഈ നായ്ക്കൾ സെബാസ്റ്റ്യനായിട്ട് നടന്ന അക്രമത്തിലുണ്ടല്ലോ, സെബാസ്റ്റ്യന് കുറേ പരിക്കുകളൊക്കെ പറ്റുന്നുണ്ട്. ഈ 2 നായ്ക്കളും അവിടെ നിന്ന് പേടിച്ചോടി പോകുന്നുണ്ട്. ഇപ്പോൾ സെബാസ്റ്റ്യൻ മേപ്പിളിനെ ലില്ലിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ അധികം വൈകാതെ തന്നെ അവൻ അവിടെ വീണ് പോവുകയാണ്. കാരണം ആ ഫൈറ്റിനിടയിൽ അവൻ്റെ ദേഹത്ത് ഒരുപാട് മുറികളും അതുപോലെ രക്തമൊക്കെ കുറേ വാർന്നു പോയിട്ടുണ്ടായിരുന്നു. കുഴിഞ്ഞ് വീണ സെബാസ്റ്റ്യൻ്റെ അടുത്തേക്ക് ഇവർ ലില്ലിയൊക്കെ വളരെ സന്തോഷമായിട്ട് വരികയാണ്. ലില്ലി വന്നിട്ട് സെബാസ്റ്റ്യൻ അങ്ങനെ, സെബാസ്റ്റ്യൻ നിനക്ക് എന്താ പറ്റിയത്, എഴുന്നേക്കെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവൻ്റെ കണ്ണ് അവിടെ വെച്ച് അടഞ്ഞു പോവുകയാണ്. എന്നാൽ ഈ ഒരു സത്യം കേട്ട് ലില്ലിക്ക് വളരെയധികം വിഷമമാവുകയാണ്. എന്തായാലും അധികം നേരം നമുക്കിനി ഇവിടെ നിൽക്കണം, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ലില്ലിയും എപ്പോഴും കൂടി അവിടെ നിന്ന് ഫാമിലിക്ക് പോവുകയാണ്. എന്നാൽ അവിടെ എത്തിയ സമയത്ത് ലില്ലിയുടെ ഉള്ളിൽ ചില വാശി കയറുകയാണ്. എന്തായാലും ആ കൊലയാളി അവൾ വിടാനായിട്ട് പോകുന്നില്ല. നമ്മളുടെ ജോർജിനെ കൊന്നത് ആരായാലും നമുക്ക് കണ്ടുപിടിക്കണം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, റെബേക്ക അല്ല ജോർജിനെ കൊന്നത്, അവളെ മനഃപൂർവ്വം ആരോ പിടുത്തിയതാണ്. അപ്പോൾ ആരാണ് ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നത്, അത് ആരായാലും നമുക്ക് പിടിക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ ലില്ലി ഇങ്ങനെ ആലോചിച്ച് അവസാനം അവൾ ചെറിയൊരു ക്ലൂ കിട്ടുന്നുണ്ട്. അതായത് മരിക്കുന്ന സമയത്ത് ജോർജിൻ്റെ കയ്യിൽ 2 നിറത്തിലുള്ള കളറുകളുണ്ടായിരുന്നു. ഒരു കയ്യിൽ നീലയും മറ്റേ കയ്യിൽ പച്ച നിറവുമായിരുന്നു. നീല നിറം ഒക്കെ ആ മരുന്ന് ഉണ്ടാക്കുന്ന സമയത്ത് സാധാരണയായിട്ട് ജോർജിൻ്റെ കയ്യിൽ ഇവർ കാണാറുണ്ടായിരുന്നു. പക്ഷേ പച്ച നിറം അതെങ്ങനെയാണ് ജോർജിൻ്റെ കയ്യിൽ വന്നത്? കുറച്ച് നേരം ലില്ലി അങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ ആലോചിച്ച് അവസാനം അവൾ സീക്രട്ട് കണ്ടുപിടിക്കുകയാണ്. ജോർജ് മരിക്കുന്നതിന് മുന്നേ തന്നെ കൊലയാളി ആരാണെന്നുള്ള ക്ലൂ ഇട്ടിട്ടാണ് പോയിട്ടുള്ളത്. കൈകളിലെ ആ നിറം എന്നുള്ളത് അത് തന്നെയാണ്. അതുപോലെ ലില്ലിക്ക് കൊലയാളി ആരാണെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ഈ കാര്യം പോലീസ് ഓഫീസറായിട്ടുള്ള ടിമ്മിനോട് എങ്ങനെയാണ് പറയുന്നത്? ഇവർ ആടുകളല്ലേ, അപ്പോൾ അത് എങ്ങനെയാണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ഉള്ള കാര്യമാണ്. പോലീസുകാരോട് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള കാര്യം എന്ന് പറയുന്നത്. അതിനായിട്ട് ഒരു സൊല്യൂഷൻ കാണുകയാണ് അവർ. അതിനായിട്ട് ലില്ലി വിളിക്കുന്നത് ആരും കൂടെ കൂട്ടാത്ത ആ വിൻ്ററിനെയാണ്. അവനൊരു കുഞ്ഞനായതുകൊണ്ട് തന്നെ അവനെ എവിടെ വേണമെങ്കിലും കയറി ചെല്ലാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ മേപ്പിളും ലില്ലിയും കൂടെ നേരെ പോയിട്ട് നമ്മുടെ വിൻ്ററിനെ കാണുകയാണ്. അവനോട് സംസാരിക്കുകയാണ്. അങ്ങനെ എന്തിനും കൂടെ നിൽക്കാം എന്ന് വിൻ്റർ പറയുകയാണ്. അങ്ങനെ വിൻ്ററിൻ്റെ ഒരു കാലിൽ നീല നിറവും മറ്റൊരു കാലിൽ മഞ്ഞ നിറവും ആക്കി കൊടുക്കുകയാണ്. ഇത് നോട്ട് ചെയ്യണം കേട്ടോ. ഒരു കാലിൽ നീല നിറവും മറ്റൊരു കാലിൽ മഞ്ഞ നിറവും. ഈ മഞ്ഞയും നീലയും കൂടെ കൂട്ടി വരച്ചാൽ ആ എന്ത് കളറായിരിക്കും ഉണ്ടാവുക? പച്ച കളറായിട്ട് മാറും. എന്തായാലും ലില്ലി ആലോചിച്ച ഒരു കാര്യം എന്താണെന്ന് അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മുടെ വിൻ്ററിൻ്റെ ഒരു കാലിൽ നീല നിറവും മറ്റേ കാലിൽ മഞ്ഞ നിറവാണല്ലോ. അങ്ങനെ അവനെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ജനാലയുടെ ഉള്ളിൽ കൂടെ അവനെ കയറ്റി വിടുകയാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ സെല്ലിൻ്റെ അടുത്തേക്ക് അവൻ പോവുകയാണ്. നമ്മൾ റെബേക്കയെ അവിടെ വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. റെബേക്കയാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ റെബേക്ക നോക്കുമ്പോൾ ആ കുഞ്ഞാട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ചുമലിലും ഫയലിലും ഒക്കെ എന്തൊക്കെയോ ഒരു പെയിൻറ് കൊണ്ട് അവൻ വരച്ച് എന്ന് കാട്ടി ഒരു സ്ഥലത്ത് വെച്ച് കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പോൾ ആ 2 കളറും ചേർന്ന് കൂട്ടിമുട്ടുന്ന സമയത്ത് അത് പച്ച നിറമായിട്ട് മാറുന്നുണ്ട്. എന്താണ് ഈ ആട് കാണിക്കുന്നത് എന്ന് റെബേക്കയ്ക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. എന്തായാലും ലില്ലി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വിൻ്റർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അവൻ നേരെ പുറത്തേക്ക് പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ സ്റ്റേഷനിലേക്ക് ടീം വരികയാണ്. മാത്രമല്ല ഇന്ന് റെബേക്കയെ കോർട്ടിൽ ഹാജരാക്കേണ്ട ദിവസമാണ്. എന്നാൽ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ടീം വിചിത്രമായിട്ട് ആ ഒരു കാഴ്ച കാണുകയാണ്. അതായത് നീലയും മഞ്ഞയും വരയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്ത് വെച്ച് കൂട്ടിമുട്ടുമ്പോൾ പച്ച നിറമായിട്ട് മാറുന്നുണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ ടീം ഞെട്ടിപ്പോവുകയാണ്. റെബേക്കയോട് ചോദിക്കുകയാണ്, ആരാണ് ഇതൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റെബേക്ക പറയുകയാണ്, ഞാൻ പറഞ്ഞാൽ നിങ്ങളങ്ങനെ വിശ്വസിക്കാൻ പോകുന്നില്ല, എന്നാലും ഞാൻ പറയാം, ആ ആടുകളാണ്, ആ ഐറ്റങ്ങളാണ് ഈ വന്നിട്ട് ഈ പരിപാടികളൊക്കെ കാണിച്ചെന്ന് പറയുന്നുണ്ട്. ടിമ്മിന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എന്നാൽ ടിമ്മിന് ഒരു അനുഭവം ഉണ്ടായിരുന്നല്ലോ. നേരത്തെ തന്നെ ഇപ്പോൾ റെബേക്കയാണ് കൊലയാളി എന്ന് ടിമ്മിന് കാണിച്ചു കൊടുത്ത ഈ ആടുകളല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടിം അത് വിശ്വസിക്കുകയാണ്. അപ്പോൾ ടിം ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള കാര്യമുണ്ടെന്നുള്ള കാര്യം അവന് മനസ്സിലാവുകയും അവൻ അന്വേഷിക്കുകയൊക്കെ ചെയ്യുകയാണ്. നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ ടീം അത്ര മണ്ടൊന്നുമല്ല. ടീം ആ കളറിനെ കുറിച്ച് അത് കൂട്ടി യോജിച്ചപ്പോൾ ഉണ്ടായ പച്ച നിറത്തെക്കുറിച്ച് നന്നായിട്ട് ആലോചിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഉത്തരം കിട്ടുന്നില്ല. അപ്പോഴേക്കും സമയമായി ഈ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും റെബേക്കയെ കൊണ്ടുപോകാനായിട്ട് വേറെ കുറേ ഓഫീസർമാർ വന്നിട്ടുണ്ട്.
അപ്പോൾ അതിന് സൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് ടിം പോവുകയാണ്. അപ്പോൾ അതിലേക്ക് സൈൻ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ടിമ്മിന് ഒരു കാര്യം ഓർമ്മ വരികയാണ്. എന്താണെന്ന് വെച്ചാൽ ആടുകൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ റബേക്കയെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന ഓഫീസറിനോട് നമ്മുടെ ടിം പറയുകയാണ് ഇവളല്ല കൊലയാളി എന്ന് പറയുന്നുണ്ട്. കൊലയാളി ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു, അത് മറ്റാരുമല്ല ജോർജിൻ്റെ മകനായിട്ടുള്ള പീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. പീറ്ററോ? ഏത് പീറ്റർ? അവൻ ഇവിടെയൊന്നും ഇല്ലല്ലോ, അങ്ങ് സൗത്ത് ആഫ്രിക്കയിലല്ലേ. നാട്ടുകാരിൽ ചില ആൾക്കാർ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് ടിം പറയുകയാണ് ശരിയാണ്, നിങ്ങൾക്ക് വിചാരിക്കുന്ന പോലെ ജോർജിൻ്റെ മകൻ പീറ്റർ ഇവിടെ ഉണ്ടാവില്ല. പക്ഷേ ആ പേരിലെ അവൻ ഇവിടെ ഉണ്ടാവാതിരിക്കുള്ളൂ, മറ്റൊരു പേരിൽ അവനോട് ഉണ്ടായിക്കൂടല്ലേ. അപ്പോൾ അവൻ ആൾമാറാട്ടം നടത്തിയിട്ട് ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പീറ്റർ ജോർജിൻ്റെ മകൻ അങ്ങനെ ചുറ്റും നോക്കി അവസാനം ടിം അത് കണ്ടുപിടിക്കുകയാണ്. മറ്റാരുമല്ല, ഇങ്ങോട്ട് കാർണിവൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് വന്ന ആ റിപ്പോർട്ടർ ഉണ്ടല്ലോ ഏലിയോട്ട്, അവൻ തന്നെയാണ് പീറ്ററിൻ്റെ മകൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏലിയോട്ട് ചോദിക്കുകയാണ് നീ എന്താണ് ഈ പറയുന്നത്? എൻ്റെ യഥാർത്ഥ പേര് ഏലിയോട്ട് എന്നാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടിം പറയുന്നുണ്ട് നിൻ്റെ പേര് ഏലിയോട്ട് എന്ന് നീ പറയുന്നല്ലേ, നിൻ്റെ യഥാർത്ഥ പേര് പീറ്റർ എന്നല്ലേ, ജോർജിൻ്റെ മകൻ പീറ്റർ അത് നീ തന്നെയാണ്. ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന റബേക്ക ആകെ ഞെട്ടിപ്പോവുകയാണ്. നാട്ടുകാരും ഞെട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ടിം അവൻ്റെ സംശയങ്ങൾ പറയാൻ തുടങ്ങിയാണ്. അതായത് ഈ ജോർജിന് ഒരുപാട് വലിയ സമ്പത്തുണ്ട് എന്നുള്ള കാര്യം പീറ്റർ നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമ്പത്ത് പീറ്ററിനും അതുപോലെ തന്നെ റബേക്കയുടെ പേരിൽ രണ്ടായിട്ട് കൊടുക്കാൻ പോകുകയാണ് എന്നുള്ള കാര്യമൊക്കെ അവൻ അറിഞ്ഞിട്ടുണ്ട്. അതായത് സമ്പത്ത് ഒറ്റയടിക്ക് വാങ്ങാനായിട്ട് ഈ പീറ്റർ ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണത്. അതിനുവേണ്ടി അവൻ ഈ നാട്ടിലേക്ക് വന്ന് ഒരു കള്ളക്കഥ ഉണ്ടാക്കി കാർണിവൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. തിരിച്ചു പോകുന്ന സമയത്ത് ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്ത് തിരിച്ചു പോകാൻ പറ്റാതെ ഇവിടെ പെട്ടുപോയി. അങ്ങനെയാണ് ജോർജ് മരിച്ച കാര്യം നീ അറിയുന്നത്. ഇതൊക്കെ നീ പറഞ്ഞ കഥയല്ലേ? സത്യത്തിൽ അന്ന് രാത്രി ജോർജിനെ കാണാൻ വേണ്ടി നീ ജോർജിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം നീ നിൻ്റെ അച്ഛനെ അന്ന് കണ്ട് അച്ഛനുമായിട്ട് നല്ല രീതിയിൽ തന്നെ അന്ന് രാത്രി ടൈം സ്പെൻഡ് ചെയ്തു. പിന്നീട് നിൻ്റെ അച്ഛൻ പോലും അറിയാതെ അദ്ദേഹം കഴിച്ച മദ്യത്തിൽ നീ വിഷം ചേർത്തു. അത് കഴിച്ചാണ് നിൻ്റെ അച്ഛൻ മരിച്ചത്. അതുപോലെ തന്നെ റബേക്കയെ പെടുത്താൻ വേണ്ടി അവളുടെ വള മനഃപൂർവ്വം നീ ആ ഫാമിൽ കൊണ്ടുപോയിട്ടു. അതുപോലെ തന്നെ അവളുടെ ബൂട്ടിൻ്റെ അടിയിലായിട്ട് അവിടെ ഉണ്ടായിരുന്ന ചെടിയുടെ അവശിഷ്ടങ്ങളൊക്കെ നീ തന്നെയല്ലേ വെച്ച് പിടിപ്പിച്ചത്. ആ ഒരു വിൽപ്പത്രം തിരുത്തി സ്വത്ത് മുഴുവൻ റബേക്കയുടെ പേരിലേക്ക് ആക്കിയതും നീ തന്നെയാണ്. കാരണം എല്ലാവരും അപ്പോൾ റബേക്കയെ സംശയിക്കുമല്ലോ. റബേക്ക ജയിലിലായി കഴിഞ്ഞാൽ പിന്നീട് സ്വത്ത് മുഴുവൻ നിനക്ക് കിട്ടുമല്ലോ. ഇതായിരുന്നില്ലേ നിൻ്റെ മാസ്റ്റർ പ്ലാൻ? എന്നാൽ നിൻ്റെ അച്ഛൻ ജോർജിൻ്റെ ബുദ്ധിയുടെ മുന്നിൽ നീ തോറ്റുപോവുകയാണ്. അയാൾ മരിക്കുന്നതിന് മുന്നേ തന്നെ ഒരു ക്ലൂ വെച്ചിട്ടാണ് പോയത്. അയാളുടെ 2 കൈയിലും നീല നിറമാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ വിഷം കഴിച്ച ഉടനെ അയാൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ അയാൾ നിൻ്റെ മുടിയിൽ കയറി പിടിച്ചു അല്ലേ? നിൻ്റെ മഞ്ഞ മുടിയിൽ അപ്പോഴാണ് വലത്തെ കയ്യിലുണ്ടായിരുന്ന ആ നീല നിറം പച്ച നിറമായി മാറിയത്. എങ്ങനെയാണെന്നല്ലേ? കാരണം നീ നിൻ്റെ മുടിയിൽ നീ ആരാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മഞ്ഞ ഡൈ അടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ജോർജ് അയാളുടെ അവസാന നിമിഷത്തിൽ തന്നെ നിൻ്റെ മുടിയിൽ പിടിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അയാളുടെ വലത്തെ കൈയുണ്ടായിരുന്ന ആ നീല നിറം നിൻ്റെ മുടിയിലെ മഞ്ഞ കളറുമായിട്ട് മാറിയിട്ട് പച്ച നിറമായി മാറി. ജോർജ് മരിക്കുന്നതിന് മുന്നേ അവസാനമായിട്ട് ഇവിടെ വെച്ചിട്ട് ആ ഒരു ക്ലൂ ആണ് തന്നിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഈ ക്ലൂ എനിക്ക് പറഞ്ഞു തന്നത് മറ്റാരുമല്ല, അദ്ദേഹത്തിൻ്റെ ആടുകളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ ലില്ലി എങ്ങനെയാണ് ഈ വലിയ രഹസ്യം നമ്മുടെ വിൻ്റർ എന്ന് പറയുന്ന കുഞ്ഞനാടിലൂടെ നമ്മുടെ ടീമിലേക്ക് എത്തിച്ചെന്നുള്ള കാര്യം? നിങ്ങൾക്ക് നല്ല കൺഫ്യൂഷൻ വരുന്നുണ്ടാവും അല്ലേ? എന്നാൽ ഈ അവസാനം പറഞ്ഞ ഭാഗമുണ്ടല്ലോ, അതൊന്നുകൂടി ഒന്ന് കേട്ട് നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാവും. ഒറ്റ കാര്യമേ ഉള്ളൂ, നീല നിറം മഞ്ഞയുമായിട്ട് കൂടി ചേർന്നാൽ പച്ച നിറം ഉണ്ടാകും. ഓക്കെ, നമ്മുടെ ജോർജ് മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നീല നിറം ഉണ്ടായിരുന്നു, മറ്റേ കയ്യിൽ പച്ച നിറമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് മരിക്കുന്നതിന് മുമ്പ് ജോർജ് 2 കയ്യിൽ നീല നിറമാക്കി. അതിലൊരു കൈ കൊണ്ട് പീറ്ററിൻ്റെ മുടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കളർ ചെയ്തിട്ടുണ്ടായിരുന്ന മഞ്ഞ കളറായിരുന്നല്ലോ. ഈ മഞ്ഞയും കൂടെ നീലയും കൂടെ ചേർന്നപ്പോഴാണ് ഈ പച്ച കളറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ക്ലൂ പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജോർജിൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ അത് മനസ്സിലാക്കുമെന്ന് ജോർജിന് നന്നായിട്ട് ഉറപ്പുണ്ടായിരുന്നു. ഈ നാട്ടിൽ കള്ളക്കഥയും പറഞ്ഞ് വന്നിട്ട് നീ ഇവിടെ കൂടിയതിൻ്റെ പിന്നിൽ ഇതൊക്കെ തന്നെയല്ലേ ഉള്ളത് എന്ന് നമ്മുടെ പീറ്ററിനോട് ചോദിക്കുകയാണ്. ആ സമയത്ത് പീറ്റർ പകച്ചു നിന്ന് പോവുകയാണ്. അപ്പോൾ പീറ്റർ പറയുകയാണ്, അല്ല, ഞാൻ എന്തിനാണ് വെറുതെ എൻ്റെ അച്ഛനെ കൊല്ലുന്നത്? എനിക്ക് എന്തായാലും സ്വത്ത് കിട്ടുമല്ലോ. ആ സമയത്ത് ടിം പറയുകയാണ്, സ്വത്ത് കിട്ടും, പക്ഷേ അത് നിനക്ക് മുഴുവൻ കിട്ടണമെങ്കിൽ അവസാന വിൽപ്പത്രത്തിൽ തിരുത്തി വെച്ചതുപോലെ തന്നെ ഒക്കെ ആക്കി വെച്ചാൽ റബേക്ക അങ്ങ് ജയിലിൽ പോകുമല്ലോ. അതിനുശേഷം നിനക്ക് സ്വത്ത് മുഴുവനായിട്ട് ഒപ്പിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ കൊലയാളി നീ തന്നെയാണെന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പീറ്റർ ഉടനെ ഓടി ചെന്നിട്ട് കാർ എടുത്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഇടിയൻ ആടുകളുണ്ടല്ലോ അവന്മാരുടെ എൻട്രി വരുന്നത്. ആ ചേട്ടാ, നമ്മുടെ അവസരം വന്നിരിക്കുകയാണ്, കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് 2 പേരും പാഞ്ഞ് ചെല്ലുകയാണ്. കാറിൻ്റെ 2 അറ്റത്ത് നിന്നും ഇടിയുടെ ഇതിൽ ആ ഗ്ലാസ്സൊക്കെ പൊട്ടി തെറിച്ച് പോകുന്നുണ്ട്. എന്നിട്ട് 2 പേരും കൂടെ അതിൻ്റെ മുകളിൽ കയറിയൊരു നിപ്പുണ്ട് കേട്ടോ, നല്ല ഹീറോയെ പോലെ. അപ്പോൾ ഇവർക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുന്നില്ല നമ്മുടെ പീറ്ററിന്. അതുകൊണ്ട് തന്നെ ഈ സമയത്തേക്ക് നമ്മുടെ ഈ പീറ്ററിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റബേക്കയെ നിരപരാധിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടെ നിന്ന് വെറുതെ വിടുകയാണ്. അവളുടെ പാസ്റ്റ് ലൈഫിൽ മോശമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത്ര നല്ല രീതിയിലല്ല റബേക്ക ജീവിച്ചത്. അങ്ങനെ കുറച്ച് നാൾ കഴിയുകയാണ്. റബേക്ക ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, പഴയ ചീത്ത ലൈഫിലേക്ക് പോകാതെ അവളുടെ അച്ഛന് ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ ആ ഫാം പൂർണ്ണമായിട്ടും അവൾ ഏറ്റെടുക്കുകയാണ്. മാത്രമല്ല സ്വത്ത് മുഴുവനായിട്ടും അവൾക്ക് തന്നെ സ്വാഭാവികമായിട്ടും കിട്ടുമല്ലോ. അങ്ങനെ ആ ഒരു ഗ്രാമത്തിലേക്ക് അവൾ വരികയാണ്.
തൻ്റെ വക്കീലായിട്ടുള്ള ലിഡിയയും ഉണ്ട് കൂടെ. ഈ സമയത്ത് റെബേക്കയുടെ അടുത്തേക്ക് മറ്റ് നമ്മുടെ ക്രിസ്റ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ, പാട്രിക്കും. അപ്പോൾ അവർ വന്നിട്ട് ചോദിക്കുകയാണ് ആ ഫാം അവരെടുത്ത് നടത്തിക്കൂട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവൾ സമ്മതിക്കുന്നില്ല. മാത്രവുമല്ല ആ ക്രിസ്റ്റോയുടെ അടുത്തുണ്ടായിരുന്ന ആടുകളെല്ലാം ഇവൾ വാങ്ങിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് അതിനെ കൂടെ ഈ ഫാമിലിയിലേക്ക് കൊണ്ടുവരികയും ആ ആടുകളെ മുഴുവനായിട്ടും അവൾ അതിലേക്ക് കൊണ്ടുവരികയും ഇത് കാണുമ്പോൾ ബാക്കിയുള്ള എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുകയാണ്. ആ ഫാം അവസാനം പഴയതുപോലെ തന്നെ ആയി വരികയാണ്. അപ്പോൾ റിബേക്ക എന്താ ചെയ്യുന്നത് വെച്ചാൽ ജോർജ് ചെയ്തതുപോലെ തന്നെ നോവലുകളൊക്കെ ആടുകൾക്ക് വായിച്ചു കൊടുക്കുന്നുണ്ട്. അച്ഛൻ എങ്ങനെയാണോ ഈ ആടുകളെ നോക്കിയത് അതുപോലെ തന്നെ റിബേക്കയും ആടുകളെ നോക്കിയാണ്. മാത്രമല്ല ഇപ്പോൾ എല്ലാ ആടുകളും അവിടെ വന്നിരിക്കുന്നത് ആ കഥ കേൾക്കാൻ പോവുകയാണ്. ഈ സമയത്ത് നമ്മുടെ വിൻ്റർ ഉണ്ടല്ലോ, അവനെ ആരും കൂടെ കൂട്ടുന്നില്ലായിരുന്നല്ലോ, ഇപ്പോൾ അവനെ ലില്ലി വിളിച്ചിട്ട് അവളുടെ അടുത്ത് കൊണ്ടിരുത്തിയാണ്. എന്നിട്ട് ലില്ലി വിൻ്ററിനോട് പറയുന്നുണ്ട്, ഇനി മുതൽ നിൻ്റെ പേര് വിൻ്റർ എന്നല്ല ജോർജ് എന്നാണ്. നമ്മളെല്ലാവരും നിന്നിലൂടെ ആയിരിക്കും നമ്മുടെ ജോർജിനെ ഓർക്കാനായിട്ട് പോവുക. ഈ സമയം നമ്മുടെ റെബേക്ക കഥ വായിക്കാൻ തുടങ്ങിയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ബുദ്ധിമാനായിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവിനെ കുറിച്ചാണ്. ഇത്രയും നേരം നമ്മുടെ ലില്ലിയെ കാണിക്കുകയാണ്. ഈ സമയത്ത് അവളുടെ ചെറിയൊരു കാറ്റ് വീശുന്നുണ്ട്. ഈ ഒരു ഇളം കാറ്റ് ആ മുഖത്തേക്ക് അങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജോർജ് ചിരിക്കുന്നതായിട്ടാണ് അവിടെ കാണിക്കുന്നത്. അവളുടെ ജോർജിൻ്റെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെല്ലാം ഇപ്പോൾ ഇവിടെ വന്നു പോകുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഈ നേരിയ കാറ്റ് വീശിയപ്പോൾ ആ ലില്ലി പുഞ്ചരിച്ചത്. ഇത് കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ വെച്ച് തീരുകയാണ്.